അധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ കനത്ത മഴയിൽ ദുരന്തമായി മാറുമോ എന്ന ആശങ്കയിലാണ് മലപ്പുറം കോഴിക്കോട് അതിർത്തി ഗ്രാമമായ വെണ്ടേക്കുംപൊയിൽ 8-ാം ബ്ലോക്കിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന റോഡ് നിർമ്മാണവും കൂടരഞ്ഞി പഞ്ചായത്തിലെ ഗീവർഗീസ് നഗറിലെ പാർക്കിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പ്രദേശവാസികളെ ആശങ്കയിലാഴ്ത്തുന്നത്. മറ്റൊരു ദുരന്തത്തിന്റെ പടിവാതിൽക്കലാണ് തങ്ങളെന്ന ഭീതിയിലാണ് മലപ്പുറം കോഴിക്കോട് അതിർത്തിയിലെ മലയോര ജനത. തിരുവമ്പാടി മണ്ഡലത്തിലെ കക്കാടംപൊയിൽ ഗീവർഗീസ് നഗറിലെ സ്വകാര്യ പാർക്കിലും ഏറനാട് മണ്ഡലത്തിലെ ചാലിയാർ വെണ്ണക്കോട് മലവാരത്തിലും നിയമങ്ങൾ കാറ്റിൽ പറത്തി നടക്കുന്ന നിർമ്മാണങ്ങളാണ് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തുന്നത്. 1994 മുതൽ 12 തവണ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ് വെണ്ണക്കോട് മലവാരം. ഇവിടെ 8-ാം ബ്ലോക്കിലാണ് മണ്ണിടിച്ച് അനധികൃത റോഡ് നിർമ്മാണം നടക്കുന്നത്. പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ വിപത്തിന് കാരണമാകാമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ഇവിടെ ഒരു പ്രത്യാഘാതം ഉണ്ടായാൽ അത് കവളപ്പാറയേക്കാളൊക്കെ വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. കാരണം വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2000 മുതൽ 3000 അടി ഉയരത്തിൽ വരെ കിടക്കുന്ന ചെങ്കുത്തായി കിടക്കുന്ന പ്രദേശങ്ങളാണ്. മാത്രമല്ല 3000 വനമേഖലയുടെ അടിവാരമാണിത്. ഈ 3000 വനമേഖല എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാണിക്കൻമുടി എന്ന പാറക്കെട്ടിൻ്റെ താഴ്വാരമാണ് ഈ പ്രദേശം. ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ നേരെ അത് പ്രതിപദിക്കുക കുറുവൻപുഴയിലേക്കായിരിക്കും. ചാലിയാർ പഞ്ചായത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ അകമ്പാടം ഉൾപ്പെടെ ഏത് സമയവും ജനങ്ങളെ ഭീതിയിലാക്കുന്ന ഒരു രീതിയിലായിരിക്കും. ഇത് കൃത്യമായും നിരവധി വട്ടം ആളുകൾ, ഇവിടുത്തെ ആളുകൾ പലവട്ടം പുള്ളിപ്പാടം വില്ലേജ് ഓഫീസിൽ പരാതി കൊടുത്തെങ്കിലും അവർക്ക് ചില ഉദ്യോഗസ്ഥരും ഈ ഭൂമാഫികളും തമ്മിലുള്ള ബന്ധം മൂലം ഈ അവധി ദിവസങ്ങളിലും മറ്റും ഇവരുടെ മൗനാനുഭവത്തോടു കൂടി തന്നെയാണ് നടക്കുന്നതെന്ന് പറയുന്നത്. കക്കാടംപൊയിലിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും തൊട്ടു താഴെയുള്ള വെണ്ടേക്കുംപൊയിലിൽ ഭീതി വിതയ്ക്കുന്നുണ്ട്. പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീറിന്റെ മണ്ഡലമായ ചാലിയാർ പഞ്ചായത്തിലാണ് വെണ്ടേക്കുംപൊയിൽ. വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ മേഖലകളിൽ കുന്നിടിച്ച് മണ്ണ് കടത്തുന്ന സംഘങ്ങളും സജീവമാണ്. ദുരന്തങ്ങൾ വന്ന ശേഷം വിലപിക്കുന്നതിനേക്കാൾ അത് വരാതെ നോക്കുകയാണ് അധികൃതർ ചെയ്യേണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അമൃത ന്യൂസ്, മലപ്പുറം.